ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനേസ് ഫുഡ് റെസിപ്പീസ്. ഈ ചൂടും കാലത്ത് നമ്മൾ വെറൈറ്റി ഡ്രിങ്ക്സ് നോക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് നോക്കാം ഇന്ന്. ചാനൽ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഏകദേശം 3/4 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള നെല്ലിക്ക ശർബത്തിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. ഇതിലോട്ട് ഞാൻ 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാരയുടെ അളവ് നമുക്ക് കുറച്ചുകൂടെ വ്യത്യാസപ്പെടുത്താം, നമുക്ക് എത്ര മധുരം വേണം എന്നതിനെ ആശ്രയിച്ച്. അപ്പോൾ ഇതിലോട്ട് ഞാൻ 3/4 കിലോ നെല്ലിക്ക കുരുവെല്ലാം കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് ഇതിൻ്റെ നീരെടുക്കണം. ജ്യൂസ് മാത്രം മതി നമുക്ക്. ബാക്കി വരുന്ന നെല്ലിക്ക ബാക്കി വരുന്നത് ജ്യൂസ് എടുത്ത ശേഷം ബാക്കി വരുന്നത് നമുക്ക് വരട്ടി വെക്കാം. വെള്ളം പഞ്ചസാരയൊന്ന് ലയിച്ച് കഴിയുമ്പോൾ നമുക്ക് നെല്ലിക്ക ജ്യൂസ് ചേർത്ത് ഇളക്കാം. ഇനി നമുക്ക് സ്ക്വാഷാണ് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ നല്ല സിറപ്പ് കുറച്ചുകൂടെ ഒന്ന് കട്ടിയാക്കി എടുക്കാം. ജ്യൂസ് ചേർത്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ ആ നെല്ലിക്കയിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചേർക്കാം, കുറച്ച് ഹെൽത്തിയും കൂടെ ആവുമല്ലോ. ഇനി അതിലോട്ട് നല്ലതായിട്ട് കുറുകി വന്നു കഴിഞ്ഞപ്പം 2 നാരങ്ങയുടെ ജ്യൂസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഷുഗറൊക്കെ ഒന്ന് ക്രിസ്റ്റലൈസ് ആയി പോകാതിരിക്കാൻ നമ്മൾ കുറച്ച് നാളൊക്കെ ഒത്തിരി നാളിത് ഇരിക്കത്തില്ല വെളിയിൽ, കാരണം നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാൽ കുറച്ച് 1 മാസത്തോളമൊക്കെ ടേസ്റ്റ് മാറാതെ നമുക്ക് സൂക്ഷിക്കാം. നാരങ്ങയുടെ കുരു ഇതിലോട്ട് വീഴാതെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സപ്പായി വന്നു കഴിയുമ്പോൾ നമുക്ക് തണുത്ത് കഴിയുമ്പോൾ കുപ്പികളിൽ സ്റ്റോർ ചെയ്യുക. നമ്മൾ സാധാരണ സ്ക്വാഷൊക്കെ റെഡിയാക്കുന്ന പോലെ 1/4 ഭാഗമോ 1/2 ഭാഗമോ ഗ്ലാസിൻ്റെ 1/2 ഭാഗമോ 1/4 ഭാഗമോ എടുത്ത ശേഷം തണുത്ത വെള്ളമായിട്ട് മിക്സ് ചെയ്യുക. കസ്കസ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ നല്ല ഹെൽത്തിയാണെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. നെല്ലിക്കയിലുള്ള ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും ട്രൈ ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.